മിസ്റ്റേക്ക് ഒന്നുമല്ല, നോക്കി തന്നെയാ തന്നത്. 3 വർഷത്തെ ഇൻട്രസ്റ്റും കൂടി ചേർത്ത് തന്നതാ. കറക്റ്റ് തന്നെയാ. സർ, ഇൻട്രസ്റ്റും ചേർത്താണ് തന്നേക്കുന്നത്. താങ്ക് യു സർ. ഞാനത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഭാഗ്യം, ഈ 15% കയ്യിൽ നിന്ന് പോവെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. സീത എന്ത് ചെയ്താലും നല്ലതിനായിരിക്കും. ഓ ഹലോ, കിട്ടിയ ക്യാഷൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെച്ചല്ലേ? ഇതിലൊക്കെ കാരണക്കാരനായ നമ്മുടെ ബോസിന് നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്തേ പറ്റൂ. സോ എല്ലാവരും അവരവരുടെ ഷെയർ തരണം. റാം, ഫസ്റ്റ് നീതാ. തരൂ, ഒന്ന് വേഗം താ. ഏയ് കല്യാൺ, അന്ന് ചോദിച്ചപ്പോഴും തന്നില്ല, ഇപ്പോഴെങ്കിലും എന്താ? എന്ത് പറ്റി? എന്റെ കയ്യിൽ പൈസ ഇല്ല. ഇന്ന് പേഴ്സ് എടുക്കാൻ മറന്നുപോയോ? സാരമില്ല, വിട്, ഞാൻ കൊടുക്കാം. ബോണസ് വന്നിട്ട് നീ എനിക്ക് തിരിച്ചു തന്നാ മതി. കണക്ക് ഞാൻ എഴുതി വെക്കുന്നുണ്ട്, കൃത്യമായിട്ട് തിരിച്ചു തരണം കേട്ടോ. എന്താ ഇങ്ങനെ തലയാട്ടുന്നത്? ബോണസ് എന്താ വരാത്തതെന്ന് അവിടെ പോയി ചോദിക്കണ്ടേ? എന്തോ മിസ്സായി കാണും. നീ ചോദിച്ചില്ലെങ്കിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് അർത്ഥം. നീ ചോദിച്ചാലേ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോന്നറിയൂ. ഞങ്ങൾക്കൊക്കെ ബോണസ് കിട്ടിയിട്ട് നിനക്ക് മാത്രം ബോണസ് കിട്ടിയില്ലെന്ന് പറയുമ്പോ, ഓ അന്നെ ഹെലികോപ്റ്ററില് ഡ്രോപ്പ് ചെയ്തില്ലേ, അത് കട്ടാക്കിയിട്ടുണ്ടാവോ? ചിലപ്പോ അതാവാനും സാധ്യതയുണ്ട്. അത് ഞാൻ തന്നെ നിങ്ങക്ക് തരണോന്ന് വിചാരിച്ചതാ. എത്രയാവോ എന്തോ. ഒന്നുമില്ല, വെറുതെ തല പുണ്ണാക്കണ്ട. നിങ്ങൾ എത്ര ഈസി ആയിട്ട് ഇതൊക്കെ പറയുന്നേ? നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പൈസ തരാം. ബോണസ് വന്നിട്ട് തിരിച്ചു തന്നാ മതി. എന്തെങ്കിലും അത്യാവശ്യ ചെലവുണ്ടോ? ഇതെന്താ കാറിൽ വെക്കുന്ന സോളാർ ബൊമ്മയെ പോലെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നത്? അത് ചെലവൊക്കെ ഉണ്ട്. അത് തന്നോടെങ്ങനെയാ പൈസ വാങ്ങാന്ന്? അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്റെ കയ്യിൽ കുറേ പൈസയുണ്ട്. ശരിക്കുള്ള മഹാത്മാവ് താനാന്ന് തോന്നല്ലോ. എന്താ കളിയാക്കാണോ? ചേച്ചേ, അഡ്മയർ ചെയ്യായിരുന്നു. അഡ്മയർ ചെയ്തുകൊണ്ട് ബോണസ് കിട്ടില്ല. നീ പോയി ചോദിച്ചേ പറ്റൂ. നിനക്ക് ഒരുപാട് ചെലവുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ബോസ് വളരെ നല്ല ആളാണ്, മനസ്സിലാക്കാണ്ടിരിക്കില്ല. എന്തായാലും പോയി ചോദിക്കാം. ഇല്ല, കുഴപ്പമില്ല, ഞാൻ പിന്നെ ചോദിച്ചോളാം. ഞാനും വരാം നിന്റെ കൂടെ. ബാ, ചോദിക്കാം. അല്ല, ഞാൻ ഈ കമ്പനി വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ബോണസിന് എലിജിബിൾ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒന്ന് ചോദിച്ചേക്കാം, വാ. അവര് നിങ്ങൾക്ക് ബോണസ് തരണോന്ന് വിചാരിച്ചിട്ട് പേര് മിസ്സായതാണെങ്കിലോ? ലക്ഷ്മി മുന്നിൽ വരുമ്പോ വേണ്ടെന്ന് പറയരുത്. ലക്ഷ്മിയോ? സീതയല്ലേ? ഞാൻ പൈസയെ പറ്റിയിട്ടാ പറഞ്ഞത്. വാ പ്രിയ, ഇത് എന്റെ റാമിന്റെ ഷെയർ ആണേ. ഓ, ബോണസ് അധികം വന്നതുകൊണ്ട് 2 ഷെയറും ചേർത്ത് തന്നതായിരിക്കും അല്ലേ? എക്സ്ക്യൂസ് മീ സർ. യെസ്, വാ മോളെ. എന്താ മോളെ, ഇനി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല സർ, ഞങ്ങൾക്കെല്ലാം ബോണസ് വന്നു. ഇദ്ദേഹത്തിന് മാത്രം വന്നിട്ടില്ല. ആർക്ക്? ഓ, പാടൂ. ഇവർക്കാണ് സർ. നിങ്ങളോട് എങ്ങനെ ചോദിക്കുമെന്ന് ആലോചിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. എന്താടാ, നിനക്കെന്നെ അത്രയ്ക്ക് പേടിയൊക്കെ ഉണ്ടോ? അതെ സർ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ബോണസ് കിട്ടിയത് വലിയൊരു ഹെൽപ്പായിരിക്കും അല്ലേ റാം? നീയും കൂടെ ഒന്ന് ചോദിച്ചു നോക്ക്. അതെ സർ, ഒരുപാട് സഹായമായിരിക്കും. ഇവനെ കണ്ടാൽ തന്നെ അറിയാട്ടോ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ശരി മോളെ, ചെയ്തേക്കാം. വേണ്ടതുപോലെ ചെയ്യാം. താങ്ക് യു സർ.
നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? മോൻ പറയടാ. റാം സർ. നിന്റെ മോളെ? സീത. ആ, ഇപ്പൊ ഓർമ്മ വന്നു. യു ക്യാൻ ഗോ നൗ. സൂരി, വീട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കും കിട്ടും, നോക്കിക്കോ. അതെന്താടാ മോനെ, നമുക്ക് അവനെ പിടിച്ചങ്ങ് നിർത്തി പൊരിച്ചൂടെ? അശോക, എന്റെ മോനെ ഈ അവസ്ഥയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലടാ. നല്ലോണം വേർക്കുന്നുണ്ടടാ പാവം. ചേട്ടാ, ചേട്ടാ, ഞാൻ എപ്പോഴെങ്കിലും നിന്റെ കാര്യത്തിൽ തലയിട്ടിട്ടുണ്ടോ? ഞാൻ കാരണം ബുദ്ധിമുട്ടെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അതൊക്കെ എടുത്തു കളയേണ്ട കാര്യം എന്താ? പറയേ, എന്തിനാ? പറയാനാ പറഞ്ഞേ? എന്താ അവിടെ പ്രശ്നം? എന്തു പറ്റി? എപ്പ നോക്കിയാലും കൂടി തന്നെ. ഞാൻ പറഞ്ഞാലൊന്നും കേക്കില്ല. പറഞ്ഞു മടുത്തു. കുടിച്ച് അങ്ങേരുടെ ആരോഗ്യമൊക്കെ പോയി. രാത്രിയൊക്കെ എന്തോ സ്വപ്നം കണ്ട് കരയുവാ. വെറുതെറുക്കുന്നുണ്ടെന്നോ? എന്ത് കാര്യം? എന്തൊക്കെയോ സത്യമൊക്കെ അറിഞ്ഞ എല്ലാവരുടെയും സർവനാശമാ. കൊല, ഈ വീട് നശിക്കാൻ പോവാ. ഇതിനൊക്കെ കാരണം അവളാ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവും. ഇതിനെല്ലാം കാരണം ഈ നശിച്ച കുടിയ. ബോട്ടിലിൽ ഉണ്ടായിരുന്നതൊക്കെ കളഞ്ഞ് വെള്ളം നിറച്ചു വെച്ചു. അതിന്റെ കാലിയാ ഇപ്പൊ കാണിച്ചിട്ട് പോയത്. പാവം നമ്മുടെ അച്ഛൻ എന്തൊക്കെയാ സഹിക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും ഒരിക്കൽ നന്നാവൂന്ന് കരുതിയാ ഞാൻ ഇതൊക്കെ സഹിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി തന്നെ ഒന്ന് പറഞ്ഞതാ. എല്ലാം ശരിയായിക്കോളും. എന്നോട് പറയേണ്ട കാര്യങ്ങൾ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാതെ അവളോട് പറയുന്നു. അതെന്താ, എന്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യമില്ലേ നിനക്ക്? ആ സാധനം എടുത്ത് കുടിച്ചാ ധൈര്യമൊക്കെ പെട്ടെന്ന് വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അഴുക്കുവെള്ളത്തിൽ കുളിക്കുന്നതിനെ ധൈര്യം എന്ന് പറയാൻ പറ്റില്ല, അസഹ്യമെന്ന് പറയും. അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ബുദ്ധി ദൈവം പണ്ടേ എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ അമ്മായിയുടെ മോളെന്നോ ഏട്ടന്റെ ഭാര്യ എന്ന സെന്റിമെന്റ്സോ ഒന്നും എനിക്കില്ല. പക്ഷെ അച്ഛൻ സത്യം പറഞ്ഞ ആ സെക്കൻഡിൽ അച്ഛൻ ചങ്കു പൊട്ടിച്ചാകും. രാമൻ എല്ലാവരോടുമുള്ള വിശ്വാസം നഷ്ടപ്പെടും. ഇത് ഞാൻ എല്ലാവരോടും പറയുകയാണെങ്കിൽ ഞാൻ സ്വാർത്ഥനാകുന്ന ഒറ്റ കാരണം കൊണ്ടാ. ഇത് ഞാൻ നിനക്ക് തരുന്ന ഭിക്ഷയാണെന്ന് കരുതിക്കോ. ഇത്ര നാട് തുറക്കാതിരുന്ന സത്യയുടെ വായ റാം വന്നതിന് ശേഷം തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യം തന്നെ ആ വായ അടപ്പിച്ചേ പറ്റൂ. സീത, വാ പോകാം. നീ പോയിട്ട് വാ. നീ വരുന്നില്ലേ?
നീ ഇല്ലെങ്കിൽ ഞാനും കഴിക്കാൻ പോകുന്നില്ല. പ്രിയ ശരി ഇവിടെ നിന്ന് കഴിക്കാം വിട്. ഏ ഈ സമയത്ത് പറ്റുന്നോണ്ടല്ല ഞാൻ പറഞ്ഞത്. പ്രിയ പുറത്തു പോയി നല്ലപോലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞപ്പോ വാ ഇവിടെ ഇരുന്ന് ഒരുമിച്ച് കഴിക്കാന്നാണോ പറയണ്ടേ? ആ PG യിലെ ഫുഡ് കഴിച്ച് എന്റെ നാവിന്റെ രുചിയൊക്കെ പോയി. എന്നെ കൊണ്ട് പറ്റില്ല മോളെ. എന്റെ നാവിന്റെ രുചി തിരിച്ചു കിട്ടാൻ വേണ്ടി എനിക്ക് എന്തായാലും പുറത്തു പോയി കഴിച്ചേ പറ്റൂ. നീ വരുന്നുണ്ടോ ഇല്ലയോ? പ്ലീസ് പ്രിയ നീ പോയിട്ട് വാ. നീ വല്ലാത്തൊരു സാധനം തന്നെ. ശരി വിട്, സ്വീറ്റ് പാഴ്സലായിട്ട് വാങ്ങിക്കൊണ്ട് വരാം. വേണ്ട വേണ്ട എനിക്കൊന്നും വേണ്ട. ഐ എം ഫൈൻ. ശരി ബൈ. ബൈ. സ്പെഷ്യൽ ലഞ്ചിന് നിങ്ങൾ പോകുന്നില്ലേ? എന്റെ സ്പെഷ്യൽ ലഞ്ച് വന്നിട്ടുണ്ടാവുമല്ലോ. എന്റെ ഫ്രണ്ട് കൊടുത്തേക്കുന്ന സ്പെഷ്യൽ ലഞ്ചിനേക്കാൾ വേറെ ഒരു ലഞ്ചും എനിക്ക് സ്പെഷ്യൽ അല്ല. ഞാൻ അത് കഴിച്ചോളാം. സാർ എന്താ പറ്റിയ? ഊണ് റെഡിയാണ് സാർ. ഈ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് സംഭവിച്ച അതിന്റെ ഉത്തരവാദിത്വം നീയായിരിക്കും. അങ്ങനെയൊന്നും പറയല്ലേ സാറേ. ശരി മോനെ, തൊഴുവാ നിന്നെ. ഇനി ഞാൻ ഭക്ഷണം കഴിച്ചോളാം. ഒന്ന് പോയി തരാമോ? സാർ വേഗം വാ സാറേ, ഭക്ഷണം തടുത്തു പോകും. സൂരി ദേ, അങ്ങോട്ട് പോക്ക്. ഹലോ എന്തു പറ്റി? ഹേയ് മിണ്ടാതിരിക്കേ. ടേബിളിന്റെ താഴെ എന്തിനാ ഒളിച്ചിരിക്കുന്നേ? അയ്യോ ഒന്നും മിണ്ടാതിരിക്കോ പ്ലീസ്. ടേബിളിന്റെ താഴെ എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നേ? എന്റെ ദൈവമേ, എന്നെ ഇവിടെ തന്നെ കാണിച്ചു കൊടുക്കുമല്ലോ. ഒളിച്ചുകളിയാണോ? അതെന്റെ അടുത്ത്. അത് മാത്രല്ല സാറിന് സ്പെഷ്യൽ ലഞ്ച് വരെ ഉണ്ട്. കള്ളനെ പിടിക്കാൻ വന്നവൻ വലിയ കള്ളനായല്ലോ. ഈ നാടകമൊക്കെ എപ്പോ കഴിയുന്നു ചോദിച്ചപ്പോ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. ഇപ്പോഴാ മനസ്സിലായത് സമയം വേണമെന്ന് പറഞ്ഞ് എന്തിനാണെന്ന്. എന്ത് ചെയ്യാ അവിടെ? എന്താ മോളെ, നീ ഇന്ന് സ്പെഷ്യൽ ലഞ്ചിന് പോയില്ലേ? ഇല്ല സർ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ. എന്നുവെച്ചാ എനിക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ടാ. സർ എടുത്തോളൂ. വേണ്ട മോളെ, തമാശക്ക് പറഞ്ഞതാ. വേറൊരു ദിവസം നോക്കിക്കോളാം കേട്ടോ. യു ക്യാരി ഓൺ. അശോക, എന്ത് പറ്റി നിങ്ങക്ക്? അതോ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ കുറെ സ്ട്രെച്ച് ചെയ്താല് ഒരുപാട് കഴിക്കാലോ, അതിനു വേണ്ടിയാ. ശരി ബാ കഴിക്കാൻ പോ. ശരി വാ. ബോണസ് കിട്ടിയ സന്തോഷം കൊണ്ടാണോ എന്തോ ഇത്ര ട്രാഫിക് ഉണ്ടായിട്ടും എനിക്ക് കുറച്ചു പോലും മടുപ്പ് തോന്നിയില്ല. പൈസ ഉണ്ടെങ്കിൽ എന്ത് സഹിക്കാനുള്ള ശക്തി കിട്ടുമായിരിക്കും അല്ലേ? അതുകൊണ്ടാ പറയുന്നേ, പൈസ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പൈസ ഉള്ളവരെ കല്യാണം കഴിക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടുന്നത് ഭയങ്കര സന്തോഷാണല്ലേ? അതാ മുതിർന്നവര് പറയുന്നത്, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും തോറ്റുപോയിന്ന് മാത്രം ചിന്തിക്കരുതെന്ന്. ജീവിതം മാറിക്കൊണ്ടിരിക്കും. നമുക്കിന്ന് ബോണസ് കിട്ടിയതുപോലെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ബോണസ് തന്നുകൊണ്ടേയിരിക്കും ആ ദൈവം. എനിക്ക് ബോണസ് ഒന്നും വേണ്ട, ജാക്ക് പോട്ട് തന്നെ വേണം. നിനക്ക് ജാക്ക് പോട്ട് കിട്ടുകയാണെങ്കിലേ എനിക്കൊരു പാർട്ടി താതി. ഇന്ന് എന്റെ വീട്ടില് ഒരു പാനിപൂരി പാർട്ടി ഉണ്ട്, വരണം, മിസ്സാക്കരുത്. സിക്ക് ഭയങ്കര സന്തോഷാവും. അയ്യോ പറ്റില്ല മോളെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ PG റൂംമേറ്റ് അവൾ ആ റൂമിൽ നിന്ന് മാറുവാ. ഞാനെങ്ങാനും ഇന്ന് എത്തിയില്ലെങ്കിൽ എന്റെ സാധനങ്ങൾ അടിച്ചുകൊണ്ട് അവൾ അങ്ങ് പോവാ. പ്രശ്നം. ഈ പ്രാവശ്യം അങ്ങനെ അങ്ങ് പോട്ടെ. നെക്സ്റ്റ് ടൈം എന്തായാലും വരാം. ഏയ് ഒരു മിനിറ്റ് സൈഡിലേക്ക് ഒന്ന് നിർത്തിക്കേ. എന്താ എന്തിനു നിർത്തുന്നേ? ഒരു മിനിറ്റ്, നീ അങ്ങോട്ട് നിർത്താദ്യം. ഞാനേ ഇവിടെ ഇറങ്ങിക്കോളാം. അതെന്തിനാ? ഞാൻ വരില്ല എന്ന് പറഞ്ഞതിന് ദേഷ്യപ്പെട്ടാണോ നീ ഇവിടെ ഇറങ്ങുന്നേ? വീട്ടിൽ കൊണ്ടാക്കി തരാൻ നീ വാ. അയ്യോ എനിക്ക് ദേഷ്യമൊന്നും ഇല്ലടി, കുറച്ച് പണിയുണ്ട്. നീ ഇപ്പൊ പൊക്കോ, ഫ്രീ ആണെങ്കിൽ എന്തായാലും വരണേ.
ബൈ. ശ്രദ്ധിച്ചു പോ. ഓഫീസ് ജോലി വീട്ടുജോലി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടന്നാ മതിയോ? സ്പെഷ്യൽ ലഞ്ചിനൊക്കെ പോയിക്കൂടെ? എങ്ങനെ വന്നാലും രുചിയുള്ളതൊന്നും കഴിക്കില്ല എന്ന് തീരുമാനിച്ചു തന്നെ നടക്കുവാണോ? അങ്ങനെയൊന്നും അല്ലമ്മേ. സ്പെഷ്യൽ ലഞ്ച് എന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയാൽ ഞാൻ ഉണ്ടായിക്കൊണ്ട് പോയതൊക്കെ വേസ്റ്റ് ആവില്ലേ? വീടൂട്ടോ ഓടല്ലേ. എനിക്ക് എന്റെ മോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ സ്പെഷ്യൽ റോള്. അത് തന്നെ എനിക്ക് ഒരുപാട് സ്പെഷ്യലാ. എന്നെക്കാൾ സന്തോഷമാണ് അവളുടെ ഫ്രണ്ടിന്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. സീതമ്മ, എന്റെ ഫ്രണ്ടിന് ചപ്പാത്തി റോൾ ഇഷ്ടപ്പെട്ടോ? ആ സിഹി, ഒന്ന് ചുമ്മാതിരി ശ്രേയസേ നീ. പറ സീതമ്മ, ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഭയങ്കര ഇഷ്ടായെന്ന്. അങ്ങനെ ഒരു റോള് അവൻ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന്. എന്റെ ഫ്രണ്ടിനെ നീയാ കൂടുതൽ മീറ്റ് ചെയ്തേക്കണേ. ഇന്ന് എനിക്ക് എന്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ വിളിക്ക്. ഇങ്ങോട്ടോ? ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിക്ക്. അദ്ദേഹത്തിന് ഒരുപാട് ജോലി ഉണ്ടാവും, ബിസി ആയിരിക്കും, അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഫ്രണ്ട് വിളിച്ചാ എന്ത് ജോലി ഉണ്ടെങ്കിലും വന്നേ പറ്റൂ. അതിനാണ് സത്യത്തിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ഫോൺ ചെയ്യും. സിഹി, എനിക്കിപ്പോ ഒന്നും കേക്കണ്ട. എനിക്ക് എന്റെ ഫ്രണ്ടിനെ ഇപ്പൊ കണ്ടേ പറ്റൂ. എങ്ങനെയുണ്ട്? മഹാനായ ജ്ഞാനിയാണ് സൂരി. ആഹാ, കിഡില്ലാം കോമ്പിനേഷൻ ആണ്. കുറെ കാലായി നിങ്ങളോടൊന്ന് കൂടിയിട്ട്. നിക്ക് റാമിനെ വിളിക്കാം. റാം, എടാ റാം, റാം വേഗം വാ. റാം വേഗം വാ. എന്തിനാ എന്നെ വിളിച്ചേ? എന്താടാ, നിങ്ങൾ ലിവറിന് ഓട്ടയിടാൻ വേണ്ടി പോവാ? അത് കാണാനാണോ എന്നെ വിളിച്ചത്? ലവറ് നിന്നിട്ടിട്ട് പോയാ ലിവറും കവറും ഒക്കെ പിന്നെ എന്തിനാടാ? വാടാ, നീ എടുക്ക്. എടാ, നീ ദേവദാസായിട്ട് ഇപ്പൊ നിന്റെ കയ്യിൽ കുപ്പിയില്ലെങ്കിൽ നീ ഇതിഹാസത്തിനോട് ചെയ്യുന്ന ചതിയാണ്. വാ. എന്താടാ നിനക്ക്? ദേവദാസ് എന്ന് വിളിക്കുന്ന എന്റെ കുട്ടിയെ അവൻ എത്ര ഫീൽ ആയിട്ടുണ്ടെന്ന് നോക്കടാ. എന്റെ പുത്രന് അവനെ ഇനി മുതലേ ദേവദാസ് അല്ല. ഓ, അങ്ങനെയാണോ? അല്ല പിന്നെ, ആ സന്തോഷത്തിനല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ സെലിബ്രേഷൻ അടിപൊളിയായിരിക്കണം. എടാ, ടൈം വേസ്റ്റ് ചെയ്യാണ്ടൊന്ന് വാടാ. വാ, ഇരിക്ക്. നിങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയല്ലോടാ. ഇനി എന്റെ ആവശ്യമില്ല, എനിക്ക് കുറച്ച് പണിയുണ്ട്. സീതമ്മ, എന്റെ ഫോൺ എടുക്കുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലേ നിന്നോട് അദ്ദേഹം ബിസി ആയിരിക്കുമെന്ന്. നിക്ക്, ഫുൾ റിംഗ് അടിക്കട്ടെ. ആരടാ? വർക്കോള മുത്തശ്ശ, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഞാനിപ്പോ വരാവേ. വർക്കോള്. വർക്ക് കോള്. ഹലോ. ഹലോ, നിങ്ങൾ എന്തെങ്കിലും തിരക്കിലായിരുന്നോ? അല്ലല്ല, പറഞ്ഞോളൂ. നിങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കണോന്ന് ഇവൾക്ക് ഒരേ വാശി. നിങ്ങൾ ബിസി ആയിരിക്കും പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. നിങ്ങളെ ഫോൺ വിളിക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് സമാധാനം തന്നിട്ടില്ല. അതാ ഞാൻ വിളിച്ചത്. ഫ്രണ്ട്, എന്റെ വീട്ടിലേക്ക് വാ. നിങ്ങൾ ഈ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്ക് ഒരുപാട് ലേറ്റ് ആവും. നിങ്ങൾ ബിസി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങളെ ബുദ്ധിമുട്ട് വരേണ്ട ആവശ്യമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മാനേജ് ചെയ്യാം. ഞാനിപ്പോ ഫോൺ ചെയ്തില്ലെങ്കിൽ അവളിവിടെ കിടന്ന് ബഹളം വെച്ച് ആകെ പ്രശ്നമാക്കും. അതാ ഞാൻ ഫോൺ ചെയ്തത്. നിങ്ങൾ ബിസിയാണ്, വേറൊരു ദിവസം വരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാനേജ് ചെയ്തോളാം. ഇറ്റ്സ് ഓക്കെ. ബൈ. സീതമ്മ, നോണ പറയുകയാണോ? വാ ഇവിടെ. ഫ്രണ്ട്, ഇന്നിവിടെ പാനിപൂരി പാർട്ടി ഉണ്ട്. ജിലേബി, മറ്റെന്തൊക്കെയോ ഉണ്ട്. എനിക്ക് എന്തായാലും അതൊന്നും കഴിക്കാൻ പറ്റില്ല. നീ വന്ന് കഴിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷാവും. നീ വരുമല്ലോ അല്ലേ ഫ്രണ്ട്? ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ബൈ. ഇങ്ങനെ വാശി പിടിക്കരുത്. അവർക്കൊക്കെ വേറെ ജോലി ഉണ്ടാവില്ലേ മോളെ? ഞാൻ വിളിച്ചോണ്ട് എന്റെ ഫ്രണ്ടിന് വരാതിരിക്കാൻ പറ്റില്ല. എന്റെ ഫ്രണ്ടിന് വരുമല്ലോ. കറക്റ്റ് ആയിട്ട് പറഞ്ഞു സൂരി. അത് നിങ്ങൾ ഈ കൊണ്ടുവന്ന ബ്രാൻഡ് ഉണ്ടല്ലോ, സൂപ്പർ ആയിട്ടുണ്ട്. അർജന്റ് പണിയുണ്ട്, വന്നേ. എടാ, നീ എടുത്തടിക്ക്. ജോലിയൊക്കെ പിന്നെ നോക്കാം. എടാ, പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്, നീ വന്നേ. നീ ഒരു കമ്പനി തരുമെന്ന് വിചാരിച്ചപ്പോ ഉള്ള കമ്പനി തന്നെ ഇല്ലാതാക്കുവാണ്. അവൻ ഒരു കമ്പനി തരട്ടടാ. മുത്തശ്ശ, ജോലിയുണ്ട്. എടാ, കൊറേ നാളുകൾക്ക് ശേഷം സന്തോഷമായിട്ടിരിക്കുന്നടാ, നശിപ്പിക്കതടാ. ഈ അരക്കുപ്പിയാണോ നിങ്ങൾക്ക് സന്തോഷം തരുന്നത്?
ഈ ബോട്ടിലിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. മുത്തശ്ശ, നിങ്ങൾ സന്തോഷത്തോടെ കഴിച്ചോളൂ. ഇവനെ ഞാൻ കൊണ്ടുപോവാ. കുടിക്കാൻ കുറെ മദ്യം ഉണ്ടായിട്ട് കാര്യമില്ല, ഭാഗ്യം കൂടി വേണം. പോലീസാരാ? ഞാനാ. എങ്കിലേ കള്ളനെ പിടിക്ക്. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ എന്താ കള്ളനാണോ? മുത്തശ്ശ, നിങ്ങളല്ലേ കള്ളൻ? അയ്യോ, അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത് കുട്ടിയമ്മേ നീ? യെസ് 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 യെസ്. ഡാ മോനെ, ഇങ്ങോട്ട് വാ. അമ്മേ വരുന്നു. മാഡം, കൊറിയർ. അയ്യോ, രണ്ടാളല്ലേ ഉള്ളൂ. ഇന്ന് നമ്മൾ എങ്ങനെ കളിക്കും? സീതമ്മ, 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 ഞങ്ങളുടെ ഇവിടെ കള്ളനും പോലീസും കളിക്കോ? എനിക്ക് കുറച്ച് ജോലിയുണ്ട്, നീ കളിക്ക്, ഞാൻ പിന്നെ വന്നേക്കാം. മുത്തശ്ശ, നമുക്ക് ഒളിച്ചു കളിച്ചാലോ? അയ്യോ വേണ്ട മോളെ, എനിക്ക് അതിനുള്ള ആവതില്ല. എന്റെ ഫ്രണ്ട് വേഗം ഒന്ന് വന്നിരുന്നെങ്കിൽ അവന്റെ കൂടെ കളിക്കായിരുന്നു. എന്റെ ഫ്രണ്ടേ വരുമെന്ന് ഉറപ്പാണോ? പക്ക. ഞാൻ വിളിച്ചോണ്ട് എന്റെ ഫ്രണ്ട് എന്തായാലും വരും. സീത, നീ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് എത്ര ദൂരം പോയാലും എൻ്റെ അടുത്ത് തന്നെ വരും. നിന്റെ പ്രശ്നവും അതിൻ്റെ പരിഹാരവും ഞാനാ. ഈ നോട്ടീസ് ജസ്റ്റ് എ സാമ്പിൾ. എടാ, കാർ ഇവിടെ നിർത്ത്. സൂര്യയുടെ കൂടെ സമാധാനത്തിരുന്ന് വെള്ളമടിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ നീ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുവന്നേ? കറക്റ്റ് സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നീ ആ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യം നിർത്ത്. എന്നിട്ട് നീ എന്നോട് പറ, ഞാൻ നിന്നെ അവിടെ കൊണ്ടുവിടാം. ഏയ്